മഹലിന്റെ ചുമതലക്കാർ കൂടി ഉണ്ട്. തൽക്കാലം പള്ളിയിലേക്കും മറ്റും കുടുംബങ്ങളെ മാറ്റി താമസിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് അല്ലേ? തീരെ നിർവാഹമില്ലാത്ത ആളുകളെ നമുക്ക് മാറ്റി താമസിപ്പിക്കാൻ ഒരിടം കൊടുക്കാൻ പള്ളിയുടെ സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എത്ര കുടുംബങ്ങളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും? അത് ആവശ്യമുള്ളവരെ മൊത്തം കൊടുക്കാന്നുള്ള തീരുമാനത്തിലുള്ളത്. ദുരന്തത്തെ നേരിടാൻ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും? ഞങ്ങൾ മഹലടിസ്ഥാനത്തിലും മറ്റ് സംഘടനാടിസ്ഥാനത്തിലും ഒക്കെ എന്താ ചെയ്യാൻ വേണ്ടുന്നുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ആ നിലക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ നിലയിൽ പ്രാഥമികമായ ഒരു നടപടി എന്ന നിലയിലാണ് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഒരു കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നുള്ളത് അറിയില്ല. കൂടുതൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടത് അവരെ സ്ഥിരമായി എങ്ങോട്ടെങ്കിലും എത്തിക്കേണ്ട സാഹചര്യം അടക്കം ഉണ്ട്. അതേസമയം ഇവിടെ കാണുന്ന ഏറ്റവും നിസ്സഹായമായ കാഴ്ച എന്ത് ചെയ്യണം എന്നറിയില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. എങ്ങോട്ടായിരിക്കും താമസിക്കാനുള്ള ആലോചനകളായിട്ടുണ്ട്? അല്ല, അതറിയില്ലല്ലോ. ഞാൻ ടൗണിൽ നിന്ന് വന്നതാണ്. കുടുംബങ്ങളെ പരമാവധി എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള ആലോചനകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, വാഹനത്തിൽ വീട്ടു സാമഗ്രികളെല്ലാം കെട്ടിപ്പുറക്കി കൊണ്ടുപോകാനുള്ള ആലോചനകളിലേക്കാണ്. എങ്ങോട്ടാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ്? ഇത് ഇവരുടെ ഒരു ഇടവ പള്ളിയിലേക്ക് ഇവർ സഹായിച്ച് അങ്ങോട്ട് മാറ്റും. നിലവിൽ താൽക്കാലികമായിട്ട് ഈ സാധനങ്ങൾ മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നത്. പള്ളിയുടെ ഹാളെന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടാണല്ലോ. അപ്പോൾ ഒരു സ്ഥിര സംവിധാനം അവർക്ക് ഉണ്ടാക്കുന്നോടം വരെ. എത്ര കുടുംബങ്ങളെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്? ഇപ്പൊ ഒരു കുടുംബം അങ്ങോട്ട് പോകണം. ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്കെല്ലാം ഓരോരുത്തരും അവർക്ക് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ താമസം ഇവിടെ ക്യാമ്പിൽ തന്നെ. ക്യാമ്പിൽ എത്ര കുടുംബങ്ങളുണ്ട്? ക്യാമ്പിൽ 22 കുടുംബം എന്നാണ് അറിവ്. എല്ലാവരെയും ഓരോയിടങ്ങളിലേക്ക് മാറ്റും. ഇവിടെ എന്തായാലും ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അപകട മേഖലകളിൽ നിന്നുള്ള സാധനങ്ങൾ മാറ്റുക, അങ്ങനെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം. രാത്രി ആരും തന്നെ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല? ഇല്ല, ഇന്നലെ ആരും മാറ്റിയില്ല. ആരുമില്ല. പക്ഷെ അതാണ് സൈഫുദ്ദീൻ ജിൽസി ഇവിടുത്തെ സാഹചര്യം. ഇന്നലെ രാത്രി ഈ മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ, മാറി താമസിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുമ്പോൾ ഇവിടുത്തെ സാധന സാമഗ്രികളൊന്നും മാറ്റാതെ ആളുകൾ മാത്രം മാറി താമസിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവരാരും ഇവിടുന്ന് എന്തെങ്കിലും തരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവിടുന്ന് മാറുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ നിലയിലല്ല കാര്യങ്ങൾ. വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇനിയും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഇവിടെ നിലവിൽ സുരക്ഷിതമായ വീടുകൾ, സാധനങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുന്ന വീടുകളിൽ നിന്ന് പരമാവധി സാധനങ്ങൾ മാറ്റുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കൂടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മണ്ണിനടിയിൽപ്പെട്ടു പോയ വീടുകളുടെ ഉടമകൾ കൂടിയുണ്ട്. അവർക്ക് വീണ്ടെടുക്കാൻ പോലും ഒന്നുമില്ല. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട വസ്തുവകകൾ, വിലപ്പെട്ട സാധനങ്ങളൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിന് ജില്ലാ ഭരണകൂടം തന്നെ സഹായിക്കേണ്ട സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. എത്രത്തോളം ആളുകൾ മാറ്റി പാർപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? നമുക്കിപ്പോൾ ഇവിടെ ഉള്ള ജനത്തെ മൊത്തം മാറ്റി പാർപ്പിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. കാരണം അത്ര അപകട മേഖലയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾ മൊത്തം സുരക്ഷമായിട്ട് മാറ്റി താമസിപ്പിക്കേണ്ടതാണ്. അത് വലിയ പ്രയാസമാണല്ലോ. ഇത്തരം അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്ത മനുഷ്യരാണ്. അതിന് സർക്കാർ അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ച് അവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുനരധിവസിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ആ നിലയിലാണ് നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുമ്പോൾ പ്രാഥമികമായി മാറ്റി താമസിക്കാനുള്ള ഒരു സംവിധാനം KCB ക്വാർട്ടേഴ്സിലടക്കം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എത്ര കാലത്തേക്ക് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ശാശ്വതമായി ഈ അപകട മേഖലയാണ്. ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഈ വലിയ ഉയർന്ന മൺതിട്ട ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഏതാണ്ട് 22 കുടുംബങ്ങൾ ഉള്ള ഈ ഉന്നതിയിലെ എല്ലാവരെയും തന്നെ മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടതുണ്ട്. സ്വമേധയാ എങ്ങനെയെങ്കിലും മാറ്റി താമസിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഉള്ള ആളുകളല്ല. അവർക്ക് സ്വമേധയ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ള ആളുകളല്ല. അവരെ എന്ത് ചെയ്യും എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി സാധനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഇവിടുന്ന് മാറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളെല്ലാം മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണോ? സാധനങ്ങളെല്ലാം മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണോ? സാധനമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ 200 ഏക്കർ പള്ളിയിലേക്ക് പോവാം. പള്ളിയിലോട്ട് മാറാൻ പള്ളി ഇനി ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. ഇവിടെ താമസിക്കുന്നത് പേടിച്ച് താമസിക്കണം. ഇത് നമ്മളിത് 3ാമത്തെ തവണ ഇവിടെ വന്ന് മണ്ണിടിഞ്ഞ് വന്നത്. 2018, 17 നമ്മളിത് ഇന്നലെ രാത്രി ഇവിടുന്ന് 6 മണിയാകുമ്പോൾ പോയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പെട്ടുപോയേനെ. ദൈവാനുഗ്രഹത്തിൽ കൊണ്ട് നമ്മൾ അവിടെ മാറി. ഞങ്ങളിപ്പോൾ ക്യാമ്പിലാണ്, സ്കൂളിൽ. പള്ളിയിലോട്ട് മാറ്റുന്നത് എത്ര കാലത്തേക്ക് അവിടെ കഴിയാൻ കഴിയും? അത് ഞങ്ങളിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കൂടി പോയി 2-3 മാസം കൊണ്ട് അവിടെ വേറെ വീട് നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മളപ്പോൾ അന്നേരം പള്ളിയിൽ നിന്ന് മാറ്റുമായിരിക്കും.
താൽക്കാലികമായ ഒരു സംവിധാനം എന്ന നിലയിലാണ് എല്ലാവരും പള്ളിയിലേക്ക് മാറുന്നത്. പക്ഷേ സ്ഥിരമായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ വ്യക്തമായ ഒരു ഉത്തരമില്ല. ചേച്ചി, തൽക്കാലം പള്ളിയിലേക്ക് മാറാൻ കഴിയും, പക്ഷെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. സ്ഥിരമായിട്ട് ഇനി വാടകയ്ക്ക് വീട് നോക്കണം. ഇത് ഇനി ഇവിടെ കിടക്കാൻ ഉറപ്പില്ലല്ലോ. ഇനി അടുത്ത മണ്ണി എപ്പോൾ വേണമെങ്കിലും വരാം. ഇന്നലെ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? ഇന്നലെ കുറച്ച് പേരൊക്കെ 6-6:30 ആയിപ്പോയി. ഞങ്ങൾ പോയപ്പോൾ 8 മണിയായിരുന്നു. ഇവിടെ നടക്കുന്നതിന് വളരെ മുമ്പാണ്, തൊട്ട് മുമ്പാണ് പോകുന്നത്. 2.5 മണിക്കൂർ മുമ്പ്. അപ്പൊ ഈ മരണപ്പെട്ട ബിജു ചേട്ടനെയൊക്കെ കണ്ടിരുന്നു? ഇല്ല, ഇന്നലെ കണ്ടില്ല. പക്ഷെ അറിയാം എന്താവശ്യത്തിന് ഓടി വരും, നല്ല സഹായമൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പൊ സാധനങ്ങളെല്ലാം മാറ്റിയോ? എന്തോരം മാറ്റി, കുറേയൊക്കെ മാറ്റി.